കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണുന്ന കാർത്തിക നേരെ ലക്ഷ്മി അമ്മയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. കാരണം ഇവിടെ നടന്ന സംഭവവികാസങ്ങളൊക്കെ പറയണമല്ലോ. പിന്നീട് ലക്ഷ്മിയുടെ എന്നിട്ട് പറഞ്ഞു, അതേ അമ്മേ, ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. കല്യാണിക്ക് വലിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്, അവള് പ്രൈസ് വാങ്ങിയെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തികയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിലും ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച മോളെ. പാവം ഒത്തിരി അധികം വേദനിച്ചു. അതെ, എന്തിനാണെന്നറിയാ സമ്മാനം കിട്ടിയത്? പെയിന്റിങ്ങില്. ആ ചെറിയ കാര്യമൊന്നുമില്ല. അവള് പറഞ്ഞ വാക്കുകൾ അതൊന്ന് കേൾക്കേണ്ട തന്നെയായിരുന്നു. അവളുടെ ജീവിതം തന്നെ അമ്മ അവളത് വരച്ച് കാണിച്ചത്. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് അവളൊന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ. ഒരു പക്ഷേങ്കിൽ അതിന്റെ നാലിലൊന്ന് വേദന പോലും നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് പറയാം. ഭാവം തൊഴുത്ത് കിടന്ന് വളർന്നു വന്ന അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം പെണ്ണായിട്ട് പറഞ്ഞ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. അത്രയ്ക്ക് ക്രൂരത അയാൾ ചെയ്ത്. അയാളോട് ഒരിക്കലും പൊറുക്കില്ല മോളെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, എനിക്കറിയാമേ, അമ്മയുടെ മനസ്സിലെ വേദന എന്റെ മനസ്സിലെ വേദന ഒന്ന് തന്നെയാ. പക്ഷെങ്കിൽ ഇപ്പം ഒന്നും അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റില്ല. അമ്മയ്ക്കറിയാലോ, ആ പ്രകാശൻ എന്ന് പറയുന്നവരും വിക്രമും കുറച്ചുകൂടെ അനുഭവിക്കാനുണ്ട്. ഇപ്പൊ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിച്ചിരി വിലയില്ലാതാവും. ഒരു കാര്യം ചെയ്യട്ടെ, ആ കമ്പനി നന്നായിട്ട് അങ്ങ് വളർത്തിക്കൊണ്ട് വരട്ടെ. ഇപ്പൊ എന്താണെങ്കിലും കമ്പനി വളരാൻ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ തിരിച്ചടികൾ അവർക്ക് എന്താണെങ്കിലും കിട്ടും. കിരണും കല്യാണിക്കും അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എത്ര തിരിച്ചടികൾ കൊടുത്താലും അവസാനം ഈ കമ്പനി ചെന്ന് ചേരാൻ പോകുന്ന കല്യാണിന്റെ പേർക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലെന്ന് പറയാം. ഇപ്പം കല്യാണിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രമോ പ്രകാശനോ ഒന്നിനും സമ്മതിക്കത്തില്ല. അറിയാലോ, അവർ നന്നായിട്ട് അവിടെ കിടന്ന് പണിയെടുക്കട്ടെ, അധ്വാനിച്ച് കിടന്ന് മരിക്കട്ടെ. ഒരു വർഷക്കാലം കഴിയുമ്പോഴായിരിക്കും അവർ സത്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് ഞാൻ ലക്ഷ്മി പറഞ്ഞു, ശരിയാ മോളെ, പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഈ ചെയ്യുന്ന ക്രൂരതയാന്ന് പറയാം. കല്യാണിയുടെ കമ്പനി ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അതിന്റെ ഇടയ്ക്കേക്ക് എന്ന് അവരുടെ കമ്പനിക്ക് ഒരു ദോഷം ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അറിയാലോ, നിന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട അവളെ കല്യാണി. അവള് കഷ്ടപ്പെടേണ്ട പകുതി പോലും നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അത്ര ത്യാഗങ്ങൾ സഹിച്ചാ അവള് ജീവിച്ചു വന്നിരുന്നേ. അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്താ നിന്റെ കഷ്ടപ്പാട്? നിനക്ക് കഷ്ടപ്പാട് ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കലെന്ന് പറയാം. ഇത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുമേ? ഇപ്പൊ കുറച്ച് വേദന കൊടുത്താലും അത് സന്തോഷത്തിന് വക വരുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് അമ്മ പേടിക്കണ്ടെന്ന് പറയാം. ഇപ്പം വിക്രത്തിനെയും പ്രകാശനും ഇത്ര സൂചിപ്പിച്ച് വെക്കണം. എനിക്ക് മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയാം. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. എന്താണെങ്കിലും ദോഷമായിട്ട് വരുന്ന ഒരു കാര്യം നീ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയണം. ലക്ഷ്മിക്ക് കാർത്തികന് നല്ല വിശ്വാസമുണ്ട്. തന്റെ മോളൊരു തെറ്റും ചെയ്യത്തില്ല, നല്ല ഉറപ്പുള്ള കാര്യമാണ്. പിന്നീട് പ്രകാശനും വിക്രം ഒരു കാര്യം തീരുമാനിച്ചു, ഈ കമ്പനി വളർത്തിക്കൊണ്ട് വരണം. വളർത്തി വലുതായ മാത്രം തങ്ങൾക്ക് ലാഭവിഹിതം വീതിക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ പ്രകാശൻ വിക്രത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, അറിയാലോ ഈ കമ്പനി ഇപ്പൊ നമ്മുടെയാണ്. പോരാത്തിന് നീ MD ആയിട്ടിരിക്കുന്ന കാർത്തിക് ഒരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതുപോലെ വരുന്ന പ്രോജക്റ്റും വർക്കുകളൊക്കെ നമ്മൾ തന്നെ പിടിച്ചെടുക്കണം. അതിന് വേണ്ട എന്ത് കാര്യങ്ങളെന്ന് വെച്ചാൽ അതൊക്കെ നീ ചെയ്തോളെന്ന് പറയാണ്. ഇത് കേട്ട വിക്രം പറഞ്ഞു, അത് ഓർത്തൊന്നും അച്ഛൻ വിഷമിക്കണ്ട. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം. അവന്മാരെന്താണല്ലോ എനിക്ക് വർക്ക്സ് ഒക്കെ പിടിച്ചു തന്നോളൂ എന്ന് പറയാം. അങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു വിക്രം. അങ്ങനെ വിക്രം പറയുന്ന പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. വിക്രത്തിന് കുറച്ച് ഫ്രണ്ട്സൊക്കെ അവനോടൊപ്പം സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന ഒന്ന് രണ്ട് വർക്ക്സുകളൊക്കെ വിക്രത്തിന് പിടിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വർക്ക്സ് ഒക്കെ കിട്ടേണ്ടിയിരുന്ന കിരണിനായിരുന്നു. പക്ഷെ അത് യുമാര് തട്ടിയെടുക്കുകയോ ചെയ്തേ. ഇത് കിരൺ അറിഞ്ഞിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ. പക്ഷേങ്കില് ഈ കാര്യങ്ങളൊക്കെ കിരണിനോട് വന്ന് പറഞ്ഞ ക്രിസ്റ്റീനയാണ്. കിരൺ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്രിസ്റ്റീന മുറിയിലേക്ക് കയറി വരുന്നത്. എന്താ ക്രിസ്റ്റീന, എന്താ കാര്യം എന്ന് ചോദിക്കാം. സാർ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാം. അല്ല, എന്താ കാര്യം? അതെ, നമുക്ക് കിട്ടേണ്ടിയിരുന്ന 2-3 വർക്ക്സ് അത് പോയി സാറേ എന്ന് പറയണേ. പോയെന്നോ? എന്തൊക്കെയാ കാർത്തിക് പറയണേന്ന് ചോദിക്കാം. അല്ല, 4 വർക്ക്സ് ഉണ്ട്, 4 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. പക്ഷെ എങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ കിരണിന് മനസ്സിലായി. അപ്പം പ്രകാശനും വിക്രമാണ് ഇതിന്റെ പുറകെ കിടന്ന് കളിച്ചിരിക്കുന്നത്. അപ്പൊ കാർത്തികയുടെ കമ്പനിക്കാണ് ആ പ്രോജക്റ്റ് പോയിരിക്കുന്നത്. ഇത് കേട്ടതും പെട്ടെന്ന് കിരൺ ഒരു ഭാവഭേദം ഇല്ലാതെ പറഞ്ഞു, പോകുന്നൊക്കെ പോട്ടെ, നമുക്ക് വിരിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ കാര്യമുണ്ട്, അത് ആ പ്രകാശനും വിക്രമാണല്ലോ കൊണ്ടുപോയെന്ന് ഓർക്കുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറയാം. സാറേ, സാറ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാറിന്തിനെ വിഷമിക്കുന്നേ? ആ ഒരു 3-4 പോയെങ്കിൽ അതിനേക്കാളും വലിയ പ്രോജക്റ്റാണ് ഇപ്പൊ സാറിന് കിട്ടിയിരിക്കുന്നത്. വേറെ 2-3 നല്ല പ്രോജക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയണം. ആഹാ, കൊള്ളാലോ, ഞാൻ ഇന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയണം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. ക്രിസ്റ്റീന പറഞ്ഞു, ദേ അവര് സാറിനെ കാണാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറയണം. ആഹാ, താൻ കൊള്ളാലോ, വന്ന് കേറിയപ്പോ തന്നെ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെ തന്നെ കൊണ്ട് സാധിക്കുന്നു പറയാം.
സാറേ, നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വെള്ളം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സാറിനറിയാവോ, ഞാൻ 2-3 കമ്പനിയിൽ വർക്ക് ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഒരിടത്തും ഞാൻ അങ്ങനെ പിടിച്ചു നിന്നിട്ടില്ല. എനിക്ക് കുറച്ചാൾ കഴിയുമ്പോൾ അവിടുന്ന് പോകണം തോന്നുന്നു, ഞാൻ അവിടുന്ന് പോകും. അത്രയാള്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ഈസി ആയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രോജക്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 9 തിരികെ കൊണ്ടുവന്നിരിക്കും. പിന്നെ സാറിന്റെ കമ്പനി ഒരു കാരണവശാലും നശിച്ചു പോകാനായിട്ട് എനിക്കൊരാഗ്രഹമില്ല. കാരണം ഞാനും കൂടെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണല്ലോ. എന്തേലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ നാളെ എന്റെ ജോലി പോകുന്നു എനിക്കറിയാം. അതുകൊണ്ടാ സാറേ എന്ന് പറയണേ. ശരി ശരി, അവരെ വിളിക്കാൻ പറയാണ്. അങ്ങനെ ക്രിസ്റ്റീനെ അവരെ വിളിച്ചോണ്ട് വരിക. അങ്ങനെ അവരുമായിട്ട് കിരണോട് ചർച്ച ചെയ്യുന്നുണ്ട്. കിരണിന് എന്താണ് മനസ്സുകൊണ്ട് ഭയങ്കര തൃപ്തിയായി. കൊള്ളാം, ക്രിസ്റ്റീന വന്നപ്പോൾ തന്നെ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നത്. അവൾക്ക് എങ്ങനെ ഏത് രീതി മുന്നോട്ട് പോകണമെന്ന് അറിയാം. നല്ല എക്സ്പീരിയൻസും ഉണ്ട്. കല്യാണിയെ പോലെ നല്ല ഉത്തരവാദിത്വ ബോധം ഉള്ളതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ കിരണിന്റെ മനസ്സ് കവരുവാണ് ക്രിസ്റ്റീന. ക്രിസ്റ്റീനയ്ക്ക് അതായിരുന്നു വേണ്ടത്. പിന്നീട് ക്രിസ്റ്റീന പുറത്തിറങ്ങിയിട്ട് മനസ്സിൽ പറഞ്ഞു, കിരണേ, ഞാൻ ആരാന്നറിയാൻ പോകുന്നുള്ളൂ. നിന്റെ പതനം അത് മാത്രം എന്റെ ലക്ഷ്യം. നിന്നോട് എനിക്ക് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തു പോയി. അതെനിക്ക് ചെയ്യാതെ വേറൊരു നിർവാഹവും ഇല്ല, അറിയാലോ. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിന്നെ കല്യാണം തമ്മിൽ എനിക്ക് വേർപിരിക്കണം. അതാണ് എന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയണം. ഇതിനെല്ലാം ശേഷം കിരൺ വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. മടങ്ങി വന്നപ്പോൾ കിരണിന്റെ മുഖത്തൊരു ഭാഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് രൂപ എന്നിട്ട് വെച്ചാൽ, എന്താ മോനെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം? എനിക്ക് ഒന്നുമില്ല എന്ന് പറയാം. എന്തോ കാര്യമുണ്ട്, ഒന്നും ഇല്ലായില്ലെന്ന് പറയാം. അല്ലമ്മേ, ആ വിക്രത്തിനും പ്രകാശനം കൊണ്ട് മടുത്തു പോകണമെന്ന് പറയാം. എന്താ കാര്യം? ഈ സമയത്ത് ചന്ദ്രസേനും കൂടെ അങ്ങോട്ട് വന്നു. എന്റെ അമ്മേ, ഇത് നമ്മുടെ കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്ന 3-4 പ്രോജക്റ്റ് വർക്ക്സ് ആണ്. അത് വിക്രമും അവന്റെ ആൾക്കാരും കൂടെ കൂടിയിട്ട് ആ തട്ടിയെടുത്തെന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രസേനൻ പറഞ്ഞു, എടാ മോനെ, ഇതാണ് വലിയ ആനക്കാരൻ നീ പറയണേ. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നമുക്കുള്ളതാണ് നമുക്ക് കിട്ടുമെന്ന് പറയാം. എന്റെ അച്ഛൻ അങ്ങനെ തന്നെ ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിന്റെ ബുദ്ധിമുട്ട്. അവരായതുകൊണ്ട് ബാക്കി ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു പറയണം. ആ കാർത്തികയും കൂടെ ഇറങ്ങിയിരിക്കും ഇവരുടെ ഒപ്പം കളിക്കാനായിട്ട്. അതെനിക്ക് ടെൻഷൻ എന്ന് പറയാം. ഈ സമയം രൂപ പറഞ്ഞു, എനിക്കെന്തോ വിക്രം പ്രകാശനൊന്നും അത്ര സെറ്റിലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കാർത്തിക, അവളെ സൂക്ഷിക്കണം. കാരണം അവൾക്ക് ബിസിനസ് ചെയ്ത് നല്ല പരിചയമുണ്ട്. എങ്ങനെ ഏത് രീതി മുന്നോട്ട് പോകണമെന്ന് അറിയാന്ന് പറയാം. ചന്ദ്രസേനൻ പറഞ്ഞു, നീ എന്തിനാ രൂപ വിഷമിക്കണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അറിയാലോ. എന്റെ കിരൺ മോനെ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവന് കമ്പനി എങ്ങനെ ഏത് രീതി കൊണ്ടുപോകണമെന്ന് പറയാം. ഇനിയിപ്പോ ഏത് കാർത്തിക വന്നാലും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് രൂപ നമ്മൾ ആരെയും അങ്ങനെ തള്ളിക്കളയലെന്ന് പറയാം. കിരൺ പറഞ്ഞു, ശരിയാ, ആ കാർത്തിക എന്ന് പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ഉള്ള, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാം. ആ ഒരു ടെൻഷൻ എനിക്ക് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു. സാരമില്ലമ്മേ, ഇതൊക്കെ ഇങ്ങനെയാ, ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതോർത്ത് സങ്കടപ്പെട്ടിട്ടോ ബുദ്ധിമുട്ടോ കാര്യമില്ല. പിന്നെ അത് പോയെങ്കിൽ എന്നാ, ഒന്ന് പോയ കഴിയുമ്പോൾ അതിനേക്കാളും നല്ല 9 വരുമെന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ നല്ല പ്രോജക്റ്റുകൾ ഇന്ന് പുതിയതായിട്ട് വന്ന സ്റ്റാഫ് ഉണ്ടല്ലോ ക്രിസ്റ്റീന, അവൾ കൊണ്ടുവന്ന് പറയണം. ഇത് കേട്ടാ ചന്ദ്രസേനൻ, ആഹാ കൊള്ളാലോടാ, അപ്പൊ അവള് നല്ല കുട്ടിയാന്ന് തോന്നില്ല, നല്ല കഴിവുണ്ടല്ലേ എന്ന് ചോദിക്കാം. പിന്നെ ആദ്യമേ തന്നെ അവൾ എനിക്ക് കുഴപ്പമില്ല, ഇച്ചിരി സ്മാർട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളുടെ സ്മാർട്ട്നെസ് ഇന്ന് തെളിയിച്ചെന്ന് പറയാം. കൊള്ളാം, ഒരു കാര്യം ചെയ്യാ, ഇനിയിപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനിയിപ്പൊ ആ പ്രകാശനും വിക്രം കൂടുതൽ കിടന്ന് കളിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് ചന്ദ്രസേനൻ പറയാം. വേണ്ടച്ചാ, അവരെന്തേലും ചെയ്യട്ടെ. എത്ര കാലത്തേക്ക് എങ്ങനെ പോകാൻ പോന്നേ, അതോർത്ത് വിഷമിക്കണമെന്ന് പറയാണ്. ഈ സമയത്ത് കല്യാണിയുടെ കോള് വരുന്നേ. കല്യാണിയുടെ കോള് കണ്ട കിരണി ചോദിച്ചു, എന്താ കല്യാണി? അല്ല, ഇതുവരെയായിട്ടും കിരണായിട്ട് എന്നെ വിളിച്ചു പോയില്ല. അല്ല, നീ എപ്പോഴാണ് അവിടെ നടങ്ങുന്നേ? അതെ, ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങുമെന്ന് പറയാം. ഇത് കേട്ടത് കിരൺ പറഞ്ഞു, നീ ഇങ്ങോട്ട് പെട്ടെന്ന് കേട്ടോ. ഇവിടെ എല്ലാരും കൂടെ ആഘോഷിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമെന്ന് പറയാം. അതെ അതെ, ഞാൻ വന്നിട്ട് നമുക്ക് ആഘോഷിക്കാന്ന് പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, നീ ഒന്ന് വന്നാൽ മാത്രം മതി, എനിക്ക് അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ പറയാം. അതെന്താ കിരൺ അങ്ങനെ പറഞ്ഞ്? അല്ല ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വരാൻ പറയാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറയാണ്. ഈ സമയം കല്യാണി നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം കല്യാണിയുടെ മനസ്സിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കിരണേട്ടനെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര ദിവസം പിരിഞ്ഞിരുന്നത്. എന്തായാലും പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. താൻ ഇങ്ങോട്ട് എന്തിനാണോ വന്നേ, തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടാണല്ലോ തിരികെ അങ്ങോട്ട് പോകണമെന്നൊക്കെയുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.